പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വേറിട്ട കാഴ്ചയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പുൽപ്പള്ളി ആനപ്പാറയിലുള്ള മാക്കീൽ ബാബുവിൻ്റെ വീട്ടിലുണ്ടായ കമണ്ടൽ മരത്തിൽ നിറയെ കായ്ക്കൾ ഉണ്ടായിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കാരണം ഈ മരത്തിൻ്റെ നിറയെ ഇത്തരത്തിലുള്ള വലിയ ഫുട്ബോൾ പോലെ വട്ടത്തിൽ ഉരുണ്ടൊക്കെ ആയിട്ട് വലിയ ഒരു 10-15 കിലോയൊക്കെ തൂക്കം വരുന്ന കായ്കളാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുരാതന കാലത്ത് ഈ മഹർഷിമാർ വെള്ളം കുടിക്കാനും അതുപോലെ അവർ ഭിക്ഷയൊക്കെ യാചിക്കുന്നതിനൊക്കെ ആയിട്ട് ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത ഇവരോട് നമുക്ക് ചോദിച്ചറിയാം. ബാബു, ഇത് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഈ കമണ്ടൽ ഞാനിത് കാപ്പിച്ചറ്റ് എൻ്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നത്. അവിടുത്തെ കായ്ച്ചിട്ടില്ലെങ്കിലും ഇവിടെ ഇത് കായ്ച്ചു. എത്ര വർഷം മുമ്പ് കൊണ്ട് നട്ടതാ? ഒരു 6 വർഷം മുമ്പ്. 6 വർഷം മുമ്പ് കായ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി. കഴിഞ്ഞ വർഷം ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കമ്പിലൊന്നും താങ്ങുന്നല്ലോ ഇത് വലിയ. ഓരോന്നും ഭയങ്കര വെയിറ്റ് ആണ് അല്ലേ? കഴിഞ്ഞ പോലെ ഇതിലും വലിപ്പമായിരുന്നു. ഇതിന്റെ ഉള്ളിൽ നിറയെ വെള്ളാന്ന് തോന്നുന്നു അല്ലേ? വെള്ളമാണ്. നല്ല ഉണങ്ങി കഴിഞ്ഞാൽ ആ തോട് ഇത് ഉള്ളിൽ നിന്നുള്ള ചീകെടുക്കാം നമുക്ക്. ഉള്ളിൽ വന്നിട്ട് തോട് പാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. പഴയ കാലത്തെ ഒരു ഇതാണല്ലേ? എന്തായാലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കായ് തന്നെയാണ് ഇത്. വയനാട്ടിൽ അപൂർവമായിട്ടാണ്. പുൽപ്പള്ളി ഭാഗത്ത് 1-2 വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ വർഷം ഇതാദ്യമായിട്ടാണ് ഇവിടെ ഇത്തരം ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരുന്നത്. കാരണം ഈ മരത്തിന് ഇത് അമേരിക്കൻ ഇതാണ് ഇതിൻ്റെ ഒരു ജന്മദേശം എന്നാണ് ഈ ചെടിയുടെ ഇത് പറയപ്പെടുന്നത്. ഏകദേശം ഒരു 10-25 മീറ്റർ ഹൈറ്റിൽ, 25 അടിയൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അടുത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണൊന്ന് പൊട്ടിപ്പോയി. നമുക്കിതൊന്ന് വേണേൽ പൊട്ടിച്ച് നോക്കാം, എന്താവും നോക്കാം. ഇത് നല്ല ഉറപ്പാണ് അല്ലേ? അതുണ്ടോ? ഇതാണ് ഇതിൻ്റെ ഉൾവശം. തോട് നല്ല കട്ടിയാണ്. ഇത് നല്ല സ്പോഞ്ചുമാണ്. ഇതുണ്ടോ? ഫുൾ വെള്ളമാണ്. ഇതിങ്ങനെ എടുത്തിട്ട് പിഴിഞ്ഞ്, ഈ വെള്ളത്തിന് ഭയങ്കര ഔഷധ മൂല്യമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ ഒരു പുരാണങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു മരം നമ്മുടെ പുൽപ്പള്ളിയിലും അങ്ങനെ ഉണ്ടായിരിക്കുകയാണ്. അതും എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള ബാബുവിൻ്റെ വീട്ടിലെ കൃഷിയിടത്തിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു അപൂർവ കാഴ്ച നിങ്ങളെല്ലാവരും കാണിച്ചു തരികയാണ്. ഇത് കാണാനൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടാവും അല്ലേ? ഉണ്ട്. അവരൊക്കെ ഒരു അത്ഭുതത്തോടു കൂടി തന്നെ ആയിരിക്കും ഇത് കാണുന്നത് അല്ലേ? ഇത് എന്ത് നട്ടാലും കമ്പാണോ നടന്നത്? കമ്പാട്ടെ. ഇവിടുന്ന് കമ്പൊക്കെ മേടിച്ചിട്ട് ചിലർ പോകുന്നുണ്ടാവും അല്ലേ? ഇതുവരെ ഇത് കണ്ടിട്ട് അധികം അങ്ങനെ ആയിട്ടില്ല, അതുകൊണ്ട്. അപ്പം പ്രിയമുള്ളവരെ, വേറൊരു കാഴ്ചയിലേക്ക് വരും ദിവസങ്ങൾ നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാം. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.